ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഒരുപാട് ദിവസത്തെ ലോക്ക്ഡൗണിന് ശേഷം വീണ്ടും ഓൺലൈൻ ക്ലാസ്സുമായിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ബയോളജിയുടെ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിനും മലയാളം മീഡിയം ക്ലാസ്സിനും വേണ്ടിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ക്ലാസ്സായി അവതരിപ്പിക്കുകയാണ്. ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ നിങ്ങൾ പത്രങ്ങളിലും മറ്റും വായിച്ചിട്ടുണ്ടാവും, ഭൂമി ഒരുപാട് ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം. ഫാക്ടറികളും വാഹനങ്ങളും മനുഷ്യരും ഒന്നും യഥാർത്ഥത്തിൽ പുറത്തിറങ്ങാതായതോടെ അല്ലെങ്കിൽ പ്രവർത്തിക്കാതായതോടുകൂടി നമ്മുടെ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെട്ടു ഒരു പരിധിവരെ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഭൂമിയിൽ വളരെയധികം കുറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? ഇറ്റ്സ് എ ഡേഞ്ചറസ് ഫിനോമിനൻ by which the temperature in the earth increases. The main reason is the increasing amount of carbon dioxide. ആഗോളതാപനം എന്ന് വെച്ചാൽ ഭൂമിയുടെ അന്തരീക്ഷ ഊഷ്മാവ് അല്ലെങ്കിൽ താപനില വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇതിന് പ്രധാന കാരണമായി കണക്കാക്കിയത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അധികമുള്ള അളവാണ്. Plants can resist this increasing of carbon dioxide at a certain extent. അതായത് സസ്യങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഭൂമിയിൽ ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കാൻ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. നമുക്കിതൊരു ഇല്ലസ്ട്രേഷനിലൂടെ നിരീക്ഷിക്കാം. In the illustration we can see plants receive the carbon dioxide from the atmosphere and convert it into oxygen and glucose through the process called photosynthesis. Animals use this oxygen and glucose, and through respiration they turned it into carbon dioxide again. This carbon dioxide is received by plants for photosynthesis, and this process occurs in cyclic manner. We have seen the illustration in detail, and we have seen how the amount of carbon dioxide and oxygen balanced in the atmosphere, isn't it? Which process help in this process? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും അളവ് ഭൂമിയിൽ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അളവ് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ചിത്രീകരണത്തിൽ നിരീക്ഷിച്ചല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഏത് പ്രവർത്തനത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ സസ്യങ്ങൾ നിറവേറ്റുന്നത് എന്ന് നോക്കാം. ഏത് പ്രവർത്തനമാണ്? നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച്, ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം വഴിയാണ് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും അളവ് സന്തുലനപ്പെടുത്തി നിർത്തുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് അത്യാവശ്യമായൊരു വാതകമാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ്. മറ്റെന്തൊക്കെ ഘടകങ്ങൾ സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്താൻ ആവശ്യമുണ്ട്? ധാതുലവണങ്ങൾ, സോൾട്ട്സ് ആൻഡ് മിനറൽസ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ജലം, സൺലൈറ്റ്, സൂര്യപ്രകാശം, അതുപോലെ തന്നെ ഹരിതകം അല്ലേ? ഹരിതകം കാണപ്പെടുന്നത് അല്ലെങ്കിൽ ക്ലോറോഫിൽ കാണപ്പെടുന്നത് എവിടെയാണ്? സസ്യങ്ങൾ. Where do plants acquire these factors for photosynthesis? We can see. Where do plants acquire these factors? Carbon dioxide from air, sunlight we all know from sun, water, minerals and salt from soil, and finally the chlorophyll from chloroplast in the plant cells. Plant cells contain many chloroplast. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളെപ്പോലെ ഒരു കുട്ടി താരയുടെ ഒരു സംശയം കാണാം. എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ, അതായത് ഇലകളുടെ നിറം മുകൾ ഭാഗത്ത് കൂടുതൽ ഡാർക്ക് ഗ്രീൻ കളർ അല്ലെങ്കിൽ കൂടുതൽ കടും പച്ച നിറത്തിൽ മുകൾ ഭാഗം കാണാനും അടിഭാഗം ഇളം നിറത്തിൽ കാണപ്പെടാനും എന്താണ് കാരണമെന്ന്? നമുക്കറിയാം, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വസ്തു ഏതാണ്? ഹരിതകം. ഹരിതകം കാണപ്പെടുന്നത് ഹരിത കണങ്ങൾ എന്നറിയപ്പെടുന്ന കോശാംഗങ്ങളിലാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ കോശത്തിൻ്റെ ഘടന പഠിക്കുമ്പോൾ പഠിച്ചതാണ്. Chlorophyll is located in the chloroplast. That is, the green pigment is known as chlorophyll, that is seen in the chloroplast. നമുക്കറിയാം. അപ്പോൾ ഈ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഇലകളുടെ മുകൾ ഭാഗം നമുക്കൊന്ന് നിരീക്ഷിച്ചാലോ? മുകൾ ഭാഗം കടും പച്ച നിറത്തിൽ കാണപ്പെടുന്നതായിട്ടും അടിഭാഗം ഇളം പച്ച നിറത്തിൽ കാണപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊരു ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവുന്നതാണ്.
ഇതെന്തുകൊണ്ടാണ് ഈ മുകൾ ഭാഗം കൂടുതൽ പച്ചനിറത്തിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കടും പച്ചനിറത്തിൽ കാണപ്പെടുന്നത്? ഈ മുകൾ ഭാഗത്ത് ധാരാളം ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു. അതായത് ഉപരിവൃതി എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ ഇലയുടെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ഛേദമെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മുകൾ ഭാഗത്ത് ധാരാളമായിട്ട് ഹരിതകണങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ്. ഈ ഹരിതകണങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇലയുടെ മുകൾ ഭാഗം കടും പച്ചനിറത്തിലും അടിഭാഗം ഇളം പച്ചനിറത്തിലും കാണപ്പെടുന്നു. ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം കൂടുതലുള്ള ഭാഗമാണ് കടും പച്ചനിറത്തിൽ കാണും. ഈ ഛേദമെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാലുള്ള ചിത്രം നമുക്കൊന്ന് നിരീക്ഷിച്ചാലോ? Let us see the internal structure of a plant cell here. In this plant cell, we can see different cell organelles. Among these, we can see an important cell organelle called chloroplast. സസ്യകോശത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോശാംഗമാണ് ഹരിതകണം. ഈ ഹരിതകണത്തിൻ്റെ ഘടന വലുതാക്കി നമുക്ക് കാണാം. ഒരു ഇലയുടെ ഉപരിവൃതി എപ്പിഡെർമിസ് എടുത്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് സ്ലൈഡ് തയ്യാറാക്കിയ ഫോട്ടോ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. Let us observe the enlarged structure of the chloroplast. ഹരിതകണത്തിൻ്റെ ഘടന. ഇരട്ട പാളികളുള്ള ഒരു സ്തരം ഉള്ളിലുള്ള ഭാഗങ്ങളെയൊക്കെ പൊതിഞ്ഞ് കാണപ്പെടുന്നു. A double layered membranous covering containing a fluid part called stroma. The membranous sacs arranged one above the other like coins is known as grana in the chloroplast. That is, fluid part called stroma and membranous sacs called grana. ഇരട്ടപ്പാളികളുള്ള സ്തരത്തിനകത്ത് കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ. സ്ട്രോമയിൽ നാണയത്തൊട്ടുകൾ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്ന ഭാഗങ്ങൾ കാണുന്നില്ലേ, അവയാണ് ഗ്രാന. എവിടെയൊക്കെ സസ്യങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം കാണപ്പെടുന്നോ, സസ്യത്തിൻ്റെ ചിലപ്പോൾ തണ്ട് ഭാഗങ്ങളിൽ കാണ്ഡങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഹരിതകണം കാണാൻ വേണ്ടി സാധിക്കും. അവിടെയൊക്കെ തന്നെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടക്കാറുണ്ട്. Wherever the chloroplast can be seen, photosynthesis can be taken there. You have seen a beautiful poster on global warming in the beginning of your chapter. Now it's your turn. You have to make a poster on this. ആഗോളതാപനത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു പോസ്റ്റർ നമുക്ക് പാഠഭാഗത്തിന് തുടക്കത്തിൽ കണ്ടല്ലോ. അതേപോലെയുള്ള നല്ല ആശയങ്ങളോട് കൂടിയ പോസ്റ്ററുകൾ നിങ്ങളും തയ്യാറാക്കൂ. താങ്ക് യു.